ഏതെങ്കിലും ക്ലാസ് ആരെങ്കിലും ഇല്ലല്ലോ? സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അതും 2009 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2009 ഫസ്റ്റ് എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കുന്ന സമയത്ത് കാണാമല്ലോ എല്ലാവർക്കും? എല്ലാവരും കാണാമല്ലോ? സ്ക്രീൻ നോക്കിക്കേ. കാണാം. വായിച്ചത് ക്വസ്റ്റ്യൻ വായിച്ചത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ദാറ്റ് ഡെസ്ട്രോയ് ദ HIV? ദ ഡെറ്റോൾ ആണോ, സാവലോൺ ആണോ, ദ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണോ, ഓർ ദ ലൈസോൾ ആണോ? ആരാ ഈ പറയുന്നവയിൽ ദ HIV-യെ ഡെസ്ട്രോയ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവൻ താഴെ പറയുന്നവയിൽ ആരാടെ? ആരാ പറയണം. ഈ ഒരു ക്വസ്റ്റ്യൻ കേരള ഓപ്ഷന്റെ ആവശ്യമൊന്നുമില്ല. ആൻസർ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ദ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണോ? സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണോ? ആണോടെ? യെസ്, ആണല്ലേ. ഈ പറഞ്ഞ ദ സോഡിയം ഹൈപ്പോക്ലോറൈഡ് നമ്മൾ കോമൺലി വിളിക്കുന്ന ഒരു പേരുണ്ട്. ആർക്ക് പറയാം? ഈ പറഞ്ഞ ദ സോഡിയം ഹൈപ്പോക്ലോറൈഡിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്. ആർക്ക് പറയാം? ദ ബ്ലീച്ച് അല്ലേ, ദ ബ്ലീച്ചിങ് പൗഡർ. ഈ പറഞ്ഞ ദ സോഡിയം ഹൈപ്പോക്ലോറൈഡിനെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരെന്താ? ചോദിച്ച ക്വസ്റ്റ്യൻ ആരാടെ? എന്ത് വിളിക്കാം? ദ ബ്ലീച്ച് എന്ന് വിളിക്കല്ലേ? ദ ലിക്വിഡ് ബ്ലീച്ച് ആണോ? ആണോ? പറയണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പറയട്ടെ എല്ലാരും പറയട്ടെ. ഈ പറഞ്ഞ ലിക്വിഡ് ബ്ലീച്ച് എന്ന് വിളിക്കാറുണ്ടോ? അത് എന്ത് ടൈപ്പ് ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ് ആണ്? അത് എന്ത് ടൈപ്പ് ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ് ആണ്? എന്താണ്? ഇറ്റ് ഇസ് എ ബ്രോഡ് സ്പെക്ട്രം ഡിസിൻഫെക്റ്റന്റ് ആണോ? ആണോ? ദ വൈറസിനെയും ആൻഡ് ദ ബാക്ടീരിയ ആൻഡ് ദ ഫംഗൈ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയുള്ളതാണോടെ? ആണോ അല്ലയോ? ആണ്. ഈ പറഞ്ഞ HIV കൊല്ലാൻ പറ്റുമല്ലേ? HIV ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റുമല്ലേ? HIV ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ? എല്ലാവരും കാണാമല്ലോ, എല്ലാവരും കേൾക്കാമല്ലോ? യെസ്, കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഡെറ്റോളിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷനായ ഡെറ്റോളിനെ വിളിക്കുന്ന വേറെ പേര് എന്തെങ്കിലും ഉണ്ടോ? ആർക്ക് പറയാം? ഡെറ്റോളിനെ വിളിക്കുന്ന വേറെ പേരെന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നുണ്ടോ ഡെറ്റോളിനെ? ഉണ്ടോടെ? ഉണ്ടോ? ഇറ്റ് ഇസ് ക്ലോറോക്സി. ബാക്കിയോടെ പറഞ്ഞേ. ആർക്ക് പറയാം? ബാക്കിയോടെ പറഞ്ഞേ. ഇറ്റ് ഇസ് ക്ലോറോക്സി. നിങ്ങൾ പറയണം. നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും മാക്സിമം. കമന്റ്സ് വരട്ടെ. ഒരുപാട് കമന്റ്സ് അറിയാനുള്ളതുകൊണ്ട് ചോദിക്കുന്നത്. എല്ലാരും കമന്റ് ചെയ്യണം. ക്ലോറോക്സി ക്യുരിലോൺ ആണോ? ക്ലോറോക്സി ക്യുരിലോൺ ആണോ? ആണോടെ? ആണല്ലേ. ഈ പറഞ്ഞ ഡെറ്റോളിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് ഇസ് എബോള വൈറസിനെ കില്ല് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഡെറ്റോളിന് കേരള PC പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ എബോള വൈറസിനെ കൊല്ലാൻ പറ്റോടെ? പറ്റുമോ? പറ്റൂടെ? അത് ആന്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റന്റ് അറിയാം. എബോളയുടെ ക്വസ്റ്റ്യൻ ആരും കണ്ടിട്ടുണ്ടോ? എബോളയുടെ ക്വസ്റ്റ്യൻ ആരും കണ്ടിട്ടുണ്ടല്ലേ? സോ മറക്കരുത്, ചോദിക്കും. ഇനി ഒരു ബാക്ടീരിയയുടെ സർഫസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഇവയിൽ ആരാ? ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ ഒരു ബാക്ടീരിയയുടെ സർഫസ് കില്ല് ചെയ്യാൻ പറ്റിയ ആരാ? ഇതിൽ
ഡെറ്റോൾ ആണോ, സാവലോൺ ആണോ, സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണോ, ഓർ ലൈസോൾ ആണോ? പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഇറ്റ് ഇസ് യൂസ് ടു കിൽ ദ സർഫസ് ആൻഡ് ദ എയർ ബാക്ടീരിയ അല്ലേ? സർഫസും ആൻഡ് ദ എയർ ബാക്ടീരിയയും കിൽ ചെയ്യാൻ പറ്റിയ ഇവയിലാരാ? ദ ലൈസോൾ. ദ ലൈസോൾ എന്ന് വിളിക്കുക അല്ലേ? ദ ലൈസോൾ. മറക്കരുതേ, ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ദ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന് കണ്ടു. ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റുമായി ഒരു ബന്ധപ്പെട്ട ഒരു കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ഫ്ലോർ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ഇതാണോ? ദ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണോ? ഈ ഹോസ്പിറ്റലുകളിൽ ഈ പറഞ്ഞ ദ ഫ്ലോർ ക്ലീനിങ്ങിന് പറയട്ടെ, ചെറവറ പറഞ്ഞത് 2009 ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാരും പറയണം. ഫ്ലോർ ക്ലീനിങ്ങിന് അത് എത്ര പെർസെന്റേജാ? അത് എത്ര പെർസെന്റേജാ? ഇറ്റ് ഇസ് 0.5% ആണോ? ആരെയും കണ്ടിട്ടുണ്ടോ? 0.5% ആണോ? ജനറൽ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ? 0.5% ആണ് ദ ഫ്ലോർ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതേ സോഡിയം ഹൈപ്പോക്ലോറൈഡ് നമ്മൾ വേറെ എവിടെയോ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ബ്ലഡ് സ്പില്ലേജിന് ഉപയോഗിക്കാറുണ്ടോ? എല്ലാരും പറയട്ടെ, ഇൻ ദ ബ്ലഡ് സ്പില്ലേജിന് ഉപയോഗിക്കാറുണ്ടോ? പറയട്ടെ. ആ ക്വസ്റ്റ്യൻ ആരെയും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? അത് എത്ര പെർസെന്റേജാ? അത് എത്ര പെർസെന്റേജ്? 1% ആണോ? അത് 1% ആണോ? 1% ആണോ? 1% ആണല്ലേ? ആണോ? എല്ലാരും പറയട്ടെ. നിങ്ങൾ എല്ലാവരും പേരെനിക്കറിയാം. എല്ലാവരെയും പേരെനിക്കറിയാം. പിന്നെ എന്താ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാത്ത? സോ അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? HIV ഡിസ്ട്രോയ് ചെയ്യും താഴെ പറയുന്ന ആർക്കഴിവുണ്ട്? ഡെറ്റോൾ ആണോ, സാവലോൺ ആണോ, സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണോ, ഓർ ദ ലൈസോൾ ആണോ? ഈ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ എന്ത് ആൻസർ എഴുതും? ഓപ്ഷൻ സി, സോഡിയം ഹൈപ്പോക്ലോറേറ്റ് അല്ലെ? സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലൈവ് വാക്സിൻ ഏതാ? താഴെ പറയുന്നവയിൽ ദ ലൈവ് വാക്സിൻ ഏതാ? ദ TT ആണോ, ഓർ ദ DPT ആണോ, ഓർ ദ BCG ആണോ, ഓർ ദ DT ആണോ? ആർക്ക് പറയാം? നിങ്ങൾ എല്ലാവരെയും പേരെനിക്കറിയാം. ആർക്ക് പറയാം? എല്ലാവരും പറയുന്നുണ്ട് BCG ആണോ? BCG ആണോ? BCG ആണോ? BCG ആണോ? BCG ആണല്ലേ? BCG ആണല്ലേ? ഈ BCG. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അറിയണം. ഈ പറഞ്ഞ ലൈവ് വാക്സിൻ ഏതൊക്കെയാ? അത് ഏതൊക്കെ വാക്സിനാണ് നമ്മൾ ദ ലൈവ് വാക്സിൻ എന്ന് പറയുന്ന ഏതൊക്കെയാ? ഓരോന്നായിട്ട് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഏതൊക്കെയാടേ? അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ചോദിക്കാം. ഈ പറഞ്ഞ ദ ലൈവ് വാക്സിൻ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും? അത് ഏതൊക്കെ കണ്ടീഷൻ യൂസ് ചെയ്യും? ഇൻ ദ മംസിന് യൂസ് ചെയ്യാറുണ്ടോ? ഇൻ ദ മംസിന് യൂസ് ചെയ്യാറുണ്ടോ? ഇൻ ദ മംസിന് യൂസ് ചെയ്യാറുണ്ടോ? ദ ലൈവ് വാക്സിൻ യൂസ് ചെയ്യാറുണ്ടോ? എല്ലാരും പറയണം. യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ. ആൻഡ് ദ മീസൽസിന് യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ആൻഡ് ദ TBക്ക് യൂസ് ചെയ്യാറുണ്ടോ? ആരോ ഉണ്ടോ? TB യൂസ് ചെയ്യാറുണ്ടല്ലേ? ആൻഡ് ദ ടൈഫോയിഡിന് യൂസ് ചെയ്യാറുണ്ടോ? അവിടെ യെസ് ഓർ നോ? ആൻഡ് ദ ടൈഫോയിഡിന് യൂസ് ചെയ്യുന്നത് ഇറ്റ് ദ ലൈവ് വാക്സിൻ ആണോ, ഓർ ദ കിൽഡ് വാക്സിൻ ആണോ, ഓർ ദ ടോക്സോയിഡ് ആണോ? ദ ടൈഫോയിഡിന് ആൻസർ ശരദ പറഞ്ഞേ. ടൈഫോയിഡ് യൂസ് ചെയ്ത ഏതാ? ഇറ്റ് ഇസ് ദ ലൈവ് വാക്സിൻ ആണോ, ഓർ ദ കിൽഡ് ആണോ? എല്ലാവരും പറയണം. ദ ടൈഫോയിഡിന് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ ലൈവ് വാക്സിൻ ആണോ, ഓർ ദ കിൽഡ് വാക്സിൻ ആണോ? ദ കിൽഡ് വാക്സിൻ.
അത് കിൽഡ് വാക്സിൻ അല്ലേ? ഇത് കിൽഡ് വാക്സിൻ അല്ലേ? അല്ലേടെ ദ ടൈഫോയിഡ് യൂസ് ചെയ്യുന്ന വാക്സിൻ കിൽഡ് വാക്സിൻ അല്ലേ? തെറ്റിപ്പോ. ഒരു നിമിഷം എല്ലാവരും ആലോചിച്ചോ, ഒരു നിമിഷം എല്ലാവരും ആലോചിച്ചില്ലേ? അവിടെ സ്റ്റക്ക് ചെയ്യുന്ന പോലെ, ഒരു നിമിഷം സ്റ്റക്ക് ചെയ്യുന്ന പോലെ ആലോചിച്ചില്ലേ? അത് കിൽഡ് ആയിരിക്കും. ആണ് ഹെപ്പറ്റൈറ്റിസ് യൂസ് ചെയ്തതാ? ആണ് ഹെപ്പറ്റൈറ്റിസിന് യൂസ് ചെയ്യുന്നത് ദ ലൈവ് വാക്സിൻ ആണോ ദ കിൽഡ് വാക്സിൻ ആണോ? ഇത് നമ്മൾ പഠിക്കും, ഇന്ന് കമ്മ്യൂണിറ്റി എത്തും പഠിക്കും കേട്ടോ. ഇന്ന് കമ്മ്യൂണിറ്റിയിലൊക്കെ നന്നായിട്ട് പഠിക്കും. ഞാൻ ആദ്യമേ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നത് 2009 ക്വസ്റ്റ്യൻ പേപ്പറാ. ദ ഹെപ്പറ്റൈറ്റിസ് കിൽഡ് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് കിൽഡ് അല്ലേ? ആൻഡ് ദ കോളറ, കോളറയ്ക്ക് കൊടുക്കുന്നതോ അതും കിൽഡ് അല്ലേ? ആൻഡ് ദ റാബിസ് വാക്സിൻ ഏതാ അപ്പോ? റാബിസ് അതും കിൽഡ് അല്ലേ? ആൻഡ് ദ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കൊടുക്കുന്നതോ? ദ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അതും കിൽഡ് അല്ലേ? ആൻഡ് ദ പെട്രൂസിസോ അതും കിൽഡ് അല്ലേ? സോ ദ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ദ കിൽഡ് വാക്സിൻ എല്ലാവരും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എല്ലാം ഷോർട്ട് ഫോമിൽ കമന്റ് ചെയ്താൽ മതി. ദ ടൈഫോയിഡ് ആൻഡ് കോളറ, പെട്രോസിസ്, റാബിസ്, ദ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ദ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി, ഇത്രയും എല്ലാം എന്താ? ദ കിൽഡ് വാക്സിൻ ആണ്. യെസ്, ഇത്രയും ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് എത്തുകയാണ്. ടോക്സോയിഡ് വാക്സിൻ ഏതൊക്കെയാണ്? രണ്ടെണ്ണം ഉണ്ട്. ഡിപ്തീരിയക്ക് ആൻഡ് ടെറ്റനസ് ഉള്ളതാണോ? ഡിപ്തീരിയ ആൻഡ് ടെറ്റനസിനുള്ളതാണോ? ഡിപ്തീരിയ ആൻഡ് ടെറ്റനസിനുള്ളതാണോ? ടോക്സോയിഡുകൾ ആണല്ലേ? സോ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഓപ്ഷനില് ലൈവ് വാക്സിൻ ഏതായിരിക്കും? ഈ പറഞ്ഞ ഓപ്ഷനിൽ ലൈവ് വാക്സിൻ ഏതാ? ആൻസർ BCG അല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദ BCGയുടെ ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതാ? അവിടോട്ട് ഇടുമ്പോൾ നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ദ BCGയുടെ ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത് ദ സൈറ്റ് ഏതാ? ഇൻട്രാഡെർമൽ ആണോ? ഇൻട്രാമസ്കുലാർ ആണോ? IV ഏതാണ്? ഇൻട്രാഡെർമൽ അല്ലേ? ഇൻട്രാഡെർമൽ ആണെന്നും ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ അതും പഠിച്ചു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിച്ചാൽ ഇങ്ങനെയും ചോദിക്കാം. ദ BCGയുടെ അതിന്റെ ഡോസേജ് എത്രയാ കുട്ടികളെ? അണ്ടർ 1 ഇയർ 0.05 ml ആണോ? 0.05 ml ആണോ? അണ്ടർ 1 ഇയർ ആണെങ്കിൽ 0.05 ml. ഇനി പറഞ്ഞ 1 ഇയർ കഴിഞ്ഞാൽ എത്രയാ? 0.1 ആണോ? 0.1 ml ആണല്ലേ? മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം അണ്ടർ 1 ഇയർ ഓർമ്മ ഓരോ ആ സമയത്ത് ഇല്ല. ആ സമയത്ത് അണ്ടർ 1 ഇയർ ഓർമ്മ എടുത്തില്ല. അണ്ടർ 1 ഇയർ എന്ന കാര്യം ഓർമ്മ കാണില്ല. ശരിയാണോടെ? ശരിയാണല്ലോ? ആ സമയമാകുമ്പോൾ ഇപ്പൊ അണ്ടർ 1 ഇയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പൊ ഓർമ്മ വരത്തില്ല. ഇനി എല്ലാവർക്കും എന്താ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ യൂസ്ഫുൾ ആണോ? എല്ലാവർക്കും യൂസ്ഫുൾ ആണോ? എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടുതൽ വരത്തുള്ളൂ. യൂസ്ഫുൾ ആണോ? ആൻസർ കമന്റ് യൂസ്ഫുൾ ആണോ? Yes or no? കമന്റ് ചെയ്യണം. ഈ പറഞ്ഞ വാക്സിൻ നമ്മൾ ഇൻട്രാമസ്കുലർ കൊടുക്കുന്ന വാക്സിൻ ഏതാ?
ഇപ്പൊ കേൾക്കാമല്ലോ, സൗണ്ട് കേൾക്കാമല്ലോ. ഇപ്പോൾ ജസ്റ്റ് കറണ്ട് പോയതാ, ഇപ്പൊ കേൾക്കാമല്ലോ. കറണ്ട് മഴയൊക്കെ, നല്ല മഴയുണ്ടോ ഇവിടെ? അവിടെയൊക്കെ മഴയുണ്ടോ? എവിടെ മഴയുണ്ട് ഇപ്പൊ ഇവിടെ മഴയുണ്ട്? ഉണ്ടോ ഇവിടെ മഴയുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇവിടെ മാത്രമാണോ? അല്ല, അവിടെ എല്ലാം മഴയുണ്ടല്ലേ? ആ, മഴയുണ്ട്. സോ ഈ പറഞ്ഞ വാക്സിൻസിൽ ഇറ്റ്സ് ഇൻട്രാമസ്കുലർ വാക്സിൻ ഏതാ? ഇതിൽ ആരാ നമ്മൾ ഈ പറഞ്ഞ ഇൻട്രാമസ്കുലർ കൊടുക്കുന്ന വാക്സിൻ ഏതാ? ആർക്ക് പറയാം? ദ ടി ടി ആണോ, ദ ഡി പി ടി ആണോ, ദ ബി സി ജി ആണോ, ദ ഡി ടി ആണോ? കേരള പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും? ഇൻട്രാമസ്കുലർ ഒന്ന് പറയട്ടെ. ഇൻട്രാമസ്കുലർ കൊടുക്കും. ദ ടി ടി ഉണ്ടല്ലേ? ഫസ്റ്റ് ഏതുണ്ട്? ദ ടി ടി ഉണ്ട്. വേറെ ഏതുണ്ട്? ഇതിൽ വേറെ ഏതുണ്ട്? ഇറ്റ് ഇസ് ദ ഡി പി ടി ഉണ്ടോ? ആൻഡ് ദ ഡി ടി ഉണ്ടോ? ഇവ മൂന്നുമുണ്ടോ? ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഇറ്റ് ഇസ് ഇൻട്രാമസ്കുലർ കൊടുക്കുന്ന വാക്സിൻ ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്. ദ ടി ടി ഉണ്ട്, ഓർ ദ ഡി പി ടി ഉണ്ട്, ആൻഡ് ദ ഡി ടി ഉണ്ടല്ലേ? ഉണ്ടോടെ? ഈ പറഞ്ഞവയിൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഈ പറഞ്ഞവയിൽ നമ്മൾ ഒരിക്കലും എന്താ ഫ്രീസ് ചെയ്യാത്ത വാക്സിൻ ഏതാ? ഈ ഒരു ക്വസ്റ്റ്യൻ വച്ച് ആലോചിച്ച് പറയുക. നമ്മൾ ഇവയിൽ ദ ഫ്രീസ് ചെയ്യാത്ത വാക്സിൻ ഏതൊക്കെയായിരിക്കും? ഇറ്റ്സ് ദ ഫ്രീസ് ചെയ്യാത്ത വാക്സിൻ ഏതൊക്കെയായിരിക്കും? ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഏതാണ്? ടി ടി ഉണ്ടോ? ടി ടി ഉണ്ടല്ലേ? ടി ടി ഉണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും കൂടെ ചോദിക്കുക. ഒരു 2 to 8 ഡിഗ്രി സെൽഷ്യസ് വയ്ക്കുന്ന വാക്സിൻ ഏതാ? ഇതേ ഓപ്ഷനിൽ ഒരു 2 to 8 ഡിഗ്രി വയ്ക്കുന്ന വാക്സിൻ ഏതാ? എല്ലാവരും ബി സി ജി അല്ലേ? ബി സി ജി. അപ്പൊ ഈ ക്വസ്റ്റിനെ കുറിച്ച് ഇത്രയും കിട്ടിയോ? ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഇത്രയും കിട്ടിയോടെ? കിട്ടിയല്ലേ? ഈ പറഞ്ഞ ബി സി നമുക്ക് എത്ര ഡോസ് ഉണ്ട്? ഈ പറഞ്ഞ ബി സി എത്ര ഡോസ് ഉണ്ട്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? എത്ര ആയിരിക്കും ഇവിടെ? ബി സി ജി എത്ര ഡോസ് ഉണ്ട്? സിംഗിൾ ഡോസ് ആണോ, 2 ഡോസ് ഉണ്ടോ, 3 ഡോസ് ഉണ്ടോ? 1 ഡോസേ ഉള്ളൂ. ഒന്നല്ലേ ഉള്ളൂ? അറ്റ് ബർത്തിലല്ലേ? സിംഗിൾ ഡോസ് അറ്റ് ബർത്തിലല്ലേ? മറക്കരുത് ക്വസ്റ്റ്യൻ ചോദിക്കും. കേരള പി സി ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ദ വാക്സിൻസിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ട്. ഇതിൽ നമ്മൾ ദ മംസിനും ആൻഡ് ദ മീസൽസിനും ആൻഡ് ദ റുബോലിയും കൊടുക്കുന്ന വാക്സിൻ ഏതായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ദ മംസിനും ആൻഡ് ദ മീസൽസ് ആൻഡ് ദ റുബോലയും കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? MMR അല്ലേ? MMR. അത് കൊടുക്കുന്ന എത്രാമത്തെ മാസത്തിലാ? 9 ആണോ 15 ആണോ? 9 ആണോ 15 ആണോ? മംസ്, മീസൽസ്, റൂബൽ 9. ഇറ്റ് ഇസ് ദ മീസൽസ് എത്രാമത്തെ മാസത്തിൽ? 9 ഇറ്റ്സ് മീസൽസ് എത്രാമത്തെ മാസത്തില്ല? ദ മീസൽസ് 9ാമത്തെ മാസമല്ലേ? ദ മീസൽസ് 9ാമത്തെ മാസമല്ലേ? ദ മീസൽസ് 9ാമത്തെ മാസമല്ലേ? അറിഞ്ഞൂടെ? മീസൽസ് ആണ്. അത് ഏത് റൂട്ടാ? ഏത് റൂട്ടാ? സബ്ക്യൂട്ടേനിയസ്. മീസൽസ് ഏത് റൂട്ടാ? സബ്ക്യൂട്ടേനിയസ് ആണ്. ഇത്രയും കിട്ടിയോടെ? ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിയോടെ? അപ്പൊ ഇത് മൊത്തം എത്ര ക്വസ്റ്റ്യൻ കൊണ്ടോ? ഇത് 2 ക്വസ്റ്റ്യൻ കണ്ടോ? 2 ക്വസ്റ്റ്യൻ. അയ്യോ, അതും കഴിഞ്ഞില്ല. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ. അത് ബി സി ജി കൊടുക്കുന്ന അതേ സൈറ്റ് ഏതാ? റൈറ്റ് അപ്പർ ആം ആണോ, ഓർ ദ ലെഫ്റ്റ് അപ്പർ ആം ആണോ? സൈറ്റ് ചോദിക്കുമ്പോൾ ഇവിടെ പഠിക്കണം. ദ റൈറ്റ് അപ്പർ ആം ആണോ, ഓർ ദ ലെഫ്റ്റ് അപ്പർ ആം ആണോ ബി സി ജി കൊടുക്കുന്നത്? റൈറ്റ് ഓർ ലെഫ്റ്റ്? ലെഫ്റ്റ് ആണ്. തെറ്റിക്കരുത്.
പല വട്ടം എല്ലാം തെറ്റിക്കും ക്വസ്റ്റ്യൻ അല്ലേ. ഏതാടേ VC കൊടുക്കുന്ന ഏത് സൈറ്റാ? ദ ലെഫ്റ്റ് അപ്പർ ആമിലാണ്. അവിടെയാണോ ദ പെർമനന്റ് സ്കാർ ഫോർമേഷൻ നടക്കുന്ന സ്ഥലം? അതാണ് അവിടെ ദ പെർമനന്റ് സ്കാർ ഫോർമേഷൻ നടക്കുന്ന സ്ഥലം അതാണോ? ആണോ? ആണ് 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 ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ ചോദിക്കും. ഈ പറഞ്ഞ BCG-യിലെ അത് നമ്മൾ അത് വരുന്നത് ഇറ്റ് ഇസ് ദ പൗഡർ ഫോമിലാണോ? ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ അറിയണം. ഈ പറഞ്ഞ BCG വരുന്നത് ഇറ്റ് ഇസ് ദ പൗഡർ ഫോമിലാണോ? ദ പൗഡർ ഫോമിലാണോ BCG വരുന്നത്? ആണ്. അത് വന്ന് നമ്മൾ എന്തിൽ മിക്സ് ചെയ്യും? ആ വരുന്നത് നമ്മൾ എന്തിൽ മിക്സ് ചെയ്യും? ദ നോർമൽ സലൈനാണോ? ദ നോർമൽ സലൈനിലെ നോർമൽ സലൈനില് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നമ്മൾ എത്ര മണിക്കൂർ വരെ അത് യൂസ് ചെയ്യത്തുള്ളൂ? അല്ലെങ്കിൽ എത്ര മണിക്കൂർ യൂസ് ചെയ്യാൻ പാടുള്ളൂ? 4 അല്ലേ? 4 അല്ലേടെ? 4 മണിക്കൂർ. 4 മണിക്കൂർ അല്ലേ? 4 അല്ലേടെ? 4 മണിക്കൂർ. 4 മണിക്കൂർ. യെസ്. ഇതുവരെ കിട്ടിയോ എല്ലാവർക്കും? ഈ 2 ക്വസ്റ്റ്യൻ കിട്ടിയോ? 2 ക്വസ്റ്റ്യൻ ഫസ്റ്റ് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ എല്ലാവരും കിട്ടിയല്ലോ? എല്ലാവർക്കും ഇപ്പൊ ഉള്ള ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഫസ്റ്റ് 2 ക്വസ്റ്റ്യനും ആ 2 ക്വസ്റ്റ്യനിന്റെ 4 ഓപ്ഷൻ വെച്ച് ടോട്ടൽ 8 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയല്ലോ. ഈ പറഞ്ഞ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇറ്റ്സ് എക്സ്പാൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്ന വർഷം ഏതാ? ഇപ്പോഴേ പഠിക്കുക കേട്ടോ. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോഴേ പഠിക്കുക. അവസാനം കൊണ്ടിട്ട് പഠിക്കാൻ നിൽക്കാതെ ഇപ്പോഴേ പഠിച്ചു പറയുക. നമ്മൾ എന്താ തിയറി പഠിക്കും, അത് പിന്നീട്. ഏത് വർഷം അവിടെ? എക്സ്പാൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്ന വർഷം 1978 അല്ലേ? ഇറ്റ്സ് എക്സ്പാൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്ന വർഷം 1978 അല്ലേ? 78 അല്ലേ? ആണോ? നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടിങ് വന്നത് 78. അപ്പോൾ ഇൻ ദ വേൾഡിൽ എപ്പോഴാണ് വന്നത്? ആസ് പെർ ദ WHO അനുസരിച്ച് ഫസ്റ്റ് വന്ന എപ്പോഴാ? 1974-ലാണോ? 74-ലാണോ? 1974-ലാണോ? പറയട്ടെ കുഞ്ഞുങ്ങളെ, 74 അല്ലേ? നമ്മുടെ ഇന്ത്യ വേൾഡിലാണെങ്കിൽ 74, ഇന്ത്യയിലാണെങ്കിൽ വന്നത് 78. ഈ 74-ൽ വന്ന എക്സ്പാൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പതിയെ ഇറ്റ്സ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആക്കി മാറ്റിയ വർഷം ഏതാ? ഏത് വർഷം? ഈ WHO കൊണ്ടുവന്ന ഇറ്റ്സ് എക്സ്പാൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 1974-ൽ വന്നത്. അത് പിന്നെ പേര് മാറ്റിക്കൊണ്ട് 1985-ലാണോ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമായി മാറിയത്? ആണോ അവിടെ? ആണോ? ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിയോടെ? 2 ക്വസ്റ്റ്യനും അതിന്റെ 4 ടോട്ടൽ 8. പിന്നെ ചോദിക്കുന്നത് ആർക്ക് വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ആരും വിട്ടില്ലല്ലോ. താമസിച്ച് വന്നവർ പിന്നെ കേട്ട് പഠിക്കുക. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ റെക്കമെൻഡ് ദ പോപ്പുലേഷൻ കവറേജ് ഓഫ് ആൻ അംഗൻവാടി വർക്കറിന്റെ പോപ്പുലേഷൻ കവറേജ് എത്ര? 1000 ആണോ? 3000 ആണോ? 5000 ആണോ? 10000 ആണോ? അംഗൻവാടി വർക്കറിന്റെ എന്ത് ചോദ്യം അല്ലേ? എന്ത് ചോദ്യം! നമ്മളെ പിള്ളേരെല്ലാം ചറവറ ആൻസർ പറയും. എത്രയുടെ അംഗൻവാടി വർക്കർ കവർ ചെയ്യുന്ന പോപ്പുലേഷൻ എത്ര? 1000 ആണോ? 3000 ആണോ? 5000 ആണോ? 10000 ആണോ? 1000 അല്ലേ? 1000 അല്ലേ? അംഗൻവാടി വർക്കർ കവർ ചെയ്ത പോപ്പുലേഷൻ എത്രയാ? 1000 ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഹാർട്ട് ഓഫ് ദ ICDS പ്രോഗ്രാം ആരാ? ദ ഹാർട്ട് ഓഫ് ദ ICDS പ്രോഗ്രാം. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ICDS പ്രോഗ്രാമിന്റെ ദ ഹാർട്ട് എന്ന് പറയുന്ന ആരാ?
അംഗൻവാടി വർക്കറിലെ ആശാ വർക്കറോ? എവിടെ ആ അടേ അംഗൻവാടി വർക്കർ, അംഗൻവാടി വർക്കർ, ആശാ വർക്കറോ? ഡൈസീരിയസ് പ്രോഗ്രാമിന്റെ ഇറ്റ്സ് ഹാർട്ട് എന്ന് പറയുന്ന ആരാ? സോറി, ഒന്നും കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ തെറ്റിൽ നിന്ന് ശരി പഠിക്കുക. നിങ്ങൾ ഇത് ഒരിക്കൽ തെറ്റിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ എക്സാമിൽ ആരും തെറ്റിക്കായിരുന്നു. നിങ്ങൾ എന്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിക്കുമ്പോൾ ഞാൻ വീണ്ടും അതിന് തിരുത്തി പറഞ്ഞു തരും. പക്ഷെ എക്സാം തെറ്റിക്കായിരുന്നാൽ നിങ്ങൾ എന്റെ അടുത്ത് തെറ്റ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞാൻ ശരിയായിട്ട് വീണ്ടും പറഞ്ഞു തരും. സോ ദ ഹാർട്ട് ഓഫ് ദ ICDS പ്രോഗ്രാം എന്താ? അംഗൻവാടി വർക്കറാണ്, അംഗൻവാടി വർക്കറാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ചോദിക്കുന്നു, ഒരൊറ്റ അംഗൻവാടി വർക്കർ ഇൻ ദ പ്ലെയിൻ ഏരിയയിൽ ടോട്ടൽ എത്ര പോപ്പുലേഷനെ കവർ ചെയ്യും? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ചുറ്റിത്തിരിഞ്ഞ് ചോദിക്കുകയാണ്. ഒരു അംഗൻവാടി വർക്കർ ഇൻ ദ പ്ലെയിൻ ഏരിയയിൽ ടോട്ടൽ എത്ര പോപ്പുലേഷനെ കവർ ചെയ്യും? കുറച്ച് റൗണ്ട് ചെയ്ത് ചോദിക്കുകയാണ്. എത്ര 1000 അല്ലേ? ഞാൻ ചോദിച്ച ആ ചോദ്യവും ഈ ചോദ്യം നിങ്ങളുടെ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ കാണുന്ന ചോദ്യം ഇറ്റ് ഇസ് ദ സെയിം ക്വസ്റ്റ്യൻ ആണോ? ഞാൻ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരു അംഗൻവാടി വർക്ക് ഇൻ ദ പ്ലെയിൻ ഏരിയയിൽ എത്ര പേരെ കവർ ചെയ്യുന്നതെന്നും ഈ ക്വസ്റ്റ്യൻ വായിച്ചത് റെക്കമെൻഡ് പോപ്പുലേഷൻ കവർ ഓഫ് അംഗൻവാടി വർക്ക്, രണ്ടും ഒരേ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? ആണ്. ആൻസർ രണ്ടും ഒന്നേ. 1000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അംഗൻവാടി വർക്കറുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എത്ര അംഗൻവാടി വർക്കറാണ് ഒരൊറ്റ സൂപ്പർവൈസർ വരുന്നത്? 25 അംഗൻവാടി വർക്കറല്ലേ? 25 25 അംഗൻവാടി വർക്കറിന് ഒരു സൂപ്പർവൈസർ, 25 അംഗൻവാടി വർക്കറിന് ഒരു സൂപ്പർവൈസർ അല്ലേ? അല്ലേ? ആ സൂപ്പർവൈസറിന് മുകളിൽ ആരുണ്ട്? ആ സൂപ്പർവൈസർ തൊട്ട് മുകളിൽ ആരുണ്ട്? ഇറ്റ് ഇസ് ദ പ്രോജക്ട് ഓഫീസർ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ പറഞ്ഞ ദ പ്രോജക്ട് ഓഫീസർ, ഇവിടെ 4 സൂപ്പർവൈസർക്ക് എത്ര? ഒരൊറ്റ പ്രോജക്ട് ഓഫീസർ. ടോട്ടൽ 4 സൂപ്പർവൈസർമാർക്ക് ഒരൊറ്റ പ്രോജക്ട് ഓഫീസർ. ആണോ? ആണ്. ഇനി ഒരൊറ്റ CHS എത്ര പ്രോജക്ട് ഓഫീസർ ഉണ്ട്? ഒരൊറ്റ CHS എത്ര പ്രോജക്ട് ഓഫീസർ ഉണ്ട്? ഒരെണ്ണം അല്ലേ? ഒരു ഒരൊറ്റ CHS ഒരു പ്രോജക്ട് ഓഫീസർ ഉണ്ട്. അപ്പൊ ഓർമ്മ വേണം, ഈ പറഞ്ഞ അംഗൻവാടി വർക്കർ അപ്പൊ ആരുടെ കീഴിലൊക്കെ വരുന്നത്? ഈ പറഞ്ഞ അംഗൻവാടി വർക്കർ ആദ്യം ആരുടെ കീഴിലായിരിക്കും? സൂപ്പർവൈസറിന്റെ അല്ലേ? ഫസ്റ്റ് അംഗൻവാടി വർക്കർ അത് ആരുടെ കീഴിലായിരിക്കും? സൂപ്പർവൈസറിന് കീഴിൽ. ഈ പറഞ്ഞത് സൂപ്പർവൈസർ ആരുടെ കീഴിലായിരിക്കും? ഈ പറഞ്ഞ പ്രോജക്ട് ഓഫീസർ. പ്രോജക്ട് ഓഫീസർ ഇൻ ദ ഒരു CHS ഒരാൾ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ക്ലിയർ? ഇതേതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും ബുക്കിൽ കണ്ടോടോ ഇത്? എവിടെ? ഇല്ല. എവിടെ ആരും കണ്ടോ ബുക്കിൽ? ഏതെങ്കിലും ഇല്ല, മറക്കരുത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇത്രയും സമയം കണ്ട പോപ്പുലേഷൻ അംഗൻവാടി വർക്കറിന്റെ കാര്യമാണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നു, ദ സബ് സെന്ററിന്റെ പോപ്പുലേഷൻ എത്രയാ? ഇത്രയും സമയം പറഞ്ഞാൽ വിട്ടുകളയുക. ഇനി അറിയേണ്ട കാര്യം, ദ സബ് സെന്റർ പോപ്പുലേഷൻ എത്രയാ? സബ് സെന്ററിന്റെ പോപ്പുലേഷൻ എത്രയാ? 5000 ആണോ 3000 ആണോ? 5000 ആണോ 3000 ആണോ? ഇൻ ദ പ്ലെയിൻ ഏരിയയിൽ ആണെങ്കിൽ 5000, ഇൻ ദ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 5000, ആൻഡ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ 3000 അല്ലേ? ഇൻ ദ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 5000, ഇൻ ദ ഹില്ലി ഏരിയയിൽ 3000. അപ്പൊ എല്ലാവർക്കും എന്താ തേർഡ് ക്വസ്റ്റ്യനും ക്ലിയർ ആയോ? അവിടെ കുറെ കാര്യം പറഞ്ഞതിനെ പറ്റി പറഞ്ഞു. യെസ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു അംഗൻവാടി സെന്ററിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ഒരൊറ്റ അംഗൻവാടി സെന്ററിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? 2 പേരല്ലേ? ആരൊക്കെയാടെ? ഒരു അംഗൻവാടി വർക്കറും ആൻഡ് ഒരു സിംഗിൾ ഹെൽപ്പറും ആണോ? ഒരു അംഗൻവാടി വർക്കറും ഒരു ഹെൽപ്പറും ആണോ? ആണ്.
ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും കൂടെ ചോദിക്കാം. ഒരു അംഗൻവാടിയിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം കൊടുക്കേണ്ടത് കാലറി എത്രയാ? ഒരു അംഗൻവാടിയിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം കൊടുക്കേണ്ടത് കാലറി എത്രയാ? 500 കാലറി. 500 കാലറി അല്ലേടെ? 500 കിലോ കാലറി അല്ലേ? 500 കിലോ കാലറി എനർജി കൊടുക്കണ്ടേ? വേണ്ടേ? ഫുഡ് അറിയാൻ പാടി. ഈ അംഗൻവാടി കൊടുക്കുന്ന ഒരു ഫുഡ് ഉണ്ട്, എന്റെ പേരെന്താ? അമൃതം പൊടിയെന്ന് കേട്ടോ? അമൃതം പൊടിയൊക്കെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കൊണ്ടുവരും, ആരും കേട്ടിട്ടുണ്ടോ അമൃതം പൊടി? ഉണ്ട്. ഇത്ര പ്രോട്ടീൻ എത്ര വേണം? ഈ പറഞ്ഞ അംഗൻവാടി തന്നെ ഒരു കുട്ടിക്ക് എത്ര പ്രോട്ടീൻ പെർ ഡേ വേണം? ഒരു 10 മുതൽ 12 ഗ്രാം, അല്ല ഒരു 10 മുതൽ 12 ഗ്രാം ഒരുമിച്ചാൽ മതി. 10 തൊട്ട് 12 വരെ, 10 തൊട്ട് 12 വരെ ഒരുമിച്ചാൽ മതി. മറക്കരുതേ. ഇസ് എ ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മീസൽസ് വാക്സിൻ. വീണ്ടും ദ വാക്സിനിലോട്ട് വരികയാണ്. ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മീസൽസ് വാക്സിൻ ഇൻട്രാഡെർമൽ ആണോ, സബ്ക്യൂട്ടേനിയസ് ആണോ, ഇൻട്രാമസ്കുലർ ആണോ, ഓർ ഇറ്റ് ഈസ് ഓറൽ ആണോ? സബ്ക്യൂട്ടേനിയസ് ആണോ? എല്ലാവരും പറയട്ടെ. സബ്ക്യൂട്ടേനിയസ് ആണ്. ആണ് സബ്ക്യൂട്ട്. മീസൽസ് കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ആണെന്ന് ശരിയാണ്. എല്ലാവരും പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ദ ഹെപ്പാരിൻ കൊടുക്കുന്നത് ഏതാ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ദ ഹെപ്പാരിൻ ഏതാ? സബ്ക്യൂട്ടേനിയസ്. ഹെപ്പാരിൻ ഏതാ? സബ്ക്യൂട്ടേനിയസ്. ആൻഡ് എപ്പിനെഫ്രിൻ ഏതാ? എപ്പിനെഫ്രിൻ സബ്ക്യൂട്ടേനിയസ്. ആൻഡ് ടോട്ടൽ അലർജി മെഡിക്കേഷൻസ് എപ്പോഴും എയർ റൂട്ടിലായിരിക്കും. സബ്ക്യൂട്ടേനിയസ് അല്ലേ? ആൻഡ് ഇൻസുലിൻ ഏതാ? സബ്ക്യൂട്ടേനിയസ്. ആൻഡ് ദ മംസ് എയർ കൊടുക്കുന്നത് ഏതായിരിക്കും? ആൻഡ് ദ മംസ് മീസൽസ് റുബല്ല എല്ലാം സബ്ക്യൂട്ടേനിയസ് അല്ലേ? ഞാൻ ഈ പറഞ്ഞവയെല്ലാം സബ്ക്യൂട്ടേനിയസ് അല്ലേ? യെസ്. അടുത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ്സ് ഇൻട്രാഡെർമൽ ഏതാ കൊടുക്കും? നേരത്തെ പറഞ്ഞ BCG കൊടുക്കും. വേറെ ഏതെങ്കിലും ഉണ്ടോ? BCG മാത്രമേ ഉള്ളൂ. റാബിസ് ഉണ്ടോ? റാബിസ് ഇൻട്രാഡെർമൽ ആണോ? ആണല്ലേ? റാബിസും ഇൻട്രാഡെർമൽ ആണ്. അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഇൻട്രാമസ്കുലർ കൊടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാ? ഇറ്റ്സ് ദ DPT ഉണ്ടോ? ഇൻട്രാമസ്കുലർ കൊടുക്കുന്ന DPT ഉണ്ട്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ റൂട്ട, അതും ഇൻട്രാമസ്കുലർ അല്ലേ? ദ ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദ റോട്ട വൈറസ് കൊടുക്കുന്നത് ഏതായിരിക്കും? അതേതായിരിക്കും? ഓറൽ. ഇനി ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റിയായിരുന്നു നിങ്ങൾ പഠിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റിയാണ് പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിനിങ്ങനെ കൂടെ ചോദിക്കാം. ഇവയിൽ ആർക്കായിട്ട് 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസേർഷൻ കൊടുക്കുന്ന ആരാ? ഇതിൽ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസേർഷൻ വരുന്ന ആർക്കാ? 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസേർഷൻ ആർക്കാ? സബ്ക്യൂട്ടേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആരെങ്കിലും കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആംഗിൾ ഓഫ് ഇൻസേർഷൻ 45 ഡിഗ്രി അല്ലേ? ഇത് കൃത്യമായി കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. 45 ഡിഗ്രി കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. 25 ഡിഗ്രി ആർക്കാണ്? ഇതിൽ 25 ഡിഗ്രി ഉള്ള 25 ഡിഗ്രി വരുന്ന ആർക്കാ? ഇവയിൽ ഇല്ലെങ്കിലും പറഞ്ഞേ. ഇൻട്രാവീനസ് ആണോ? 25 ഡിഗ്രി വരുന്ന ആർക്കാടെ? സത്യം പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് 25 കയറി പോകത്തില്ല. വിട്ടുപോകുന്നത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും 90, 45 നിൽക്കത്തുള്ളൂ. 25 ഓർമ്മിക്കണം, ഇൻട്രാവീനസ് ആണ്. ഇനി 15 ഉണ്ടോ? 15 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസേർഷൻ ഉണ്ടോ? 15 ഡിഗ്രി ആണ് ഏതാ? ഇൻട്രാഡെർമൽ അല്ലേ? 15 ഡിഗ്രി ആണ് ഏതായിരിക്കും? ഇൻട്രാഡെർമൽ ആണ്. അവസാനമായിട്ട് ഒരു 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസേർഷൻ ആർക്കാ?
ഒരു 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസേഷൻ ആർക്കാ? ഇൻട്രാമസ്കുലാർ. ഇൻട്രാമസ്കുലാർ. സോ ഓർമ്മിക്കണം, എപ്പോഴും ഒരു 10 മുതൽ 15 വരെയാണെങ്കിൽ, ഒരു 10 മുതൽ ഒരു 15 ഡിഗ്രി ആണെങ്കിൽ ഇൻട്രാഡെർമൽ അല്ലെ. ഒരു 10നും ഒരു 15നും ഇടയിൽ പറയുകയാണെങ്കിൽ ഇൻട്രാഡെർമൽ. ഇനി ഒരു 25 ഡിഗ്രി ആണെങ്കിലോ, 25 ഡിഗ്രി ആണെങ്കിൽ ഇൻട്രാവീനസ്. ഇനി ഒരു 45 ഡിഗ്രി ആണെങ്കിലോ സബ്ക്യൂട്ടേനിയസ്. ഇനി ഒരു 90 ആണെങ്കിലോ ഇൻട്രാമസ്കുലാർ ആണെന്ന കാര്യം കൂടെ ജസ്റ്റ് ഓർമ്മിച്ച് വച്ചാൽ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ് പിന്നെയും ക്വസ്റ്റ്യൻ ഇൻ ദ വാക്സിൻസിൽ നിന്ന് പിന്നെയും ക്വസ്റ്റ്യൻ. ദ സൈറ്റ് ഓഫ് ദ BCG വാക്സിനേഷൻ, ദ ലെഫ്റ്റ് തൈ ഓർ ദ റൈറ്റ് തൈ ഓർ ദ ലെഫ്റ്റ് ഡെൽറ്റോയിഡ് ഓർ ദ റൈറ്റ് ഡെൽറ്റോയിഡ്, ഏതായിരിക്കും ഇവിടെ സൈറ്റ് ഓഫ് BCG? ഏതാ? എല്ലാവരും പറഞ്ഞു BCG ഏതാ? ദ ലെഫ്റ്റ് ഡെൽറ്റോയിഡ് അല്ലേ. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. യെസ്, ആണോ? ആൻസർ പറയാത്ത ആൾക്കാർ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. ആൻസർ പറയാത്ത ആൾക്കാരെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത യൂസ്ഫുൾ ആണ് അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഞാൻ എന്താ, നമുക്ക് ഒറ്റയടി ഒരു കറക്റ്റ് 100 ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടി ഒരു കറക്റ്റ് 100 ക്വസ്റ്റ്യൻ പഠിക്കുന്നു ആരും വിചാരിക്കരുത്. നമ്മൾ എന്താണ് കറക്റ്റ് എത്ര പഠിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പഠിച്ചു വെക്കുക. വീണ്ടും പോയി അവിടെ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ തിരിച്ച് ക്വസ്റ്റ്യനിലോട്ട് വരാതിരിക്കുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പഠിപ്പിച്ചു വിടുന്നത് അപ്പൊ തന്നെ പഠിച്ചു പോവുക. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് പ്രീഷ്യസ് ആൻഡ് ദ ഡിഫിക്കൽട്ട് ദ റിസോഴ്സ് ടു മാനേജ് ഈസ്, ഇറ്റ് ദ മാൻ ആണോ ഓർ ദ മെറ്റീരിയൽ ആണോ ഓർ ദ മണി ആണോ ഓർ ദ മെഷീൻസ് ആണോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ അറിയാം, ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാം. എക്സ്പെക്ടഡ് മോർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. യെസ്, ഉറപ്പുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആവശ്യമുള്ള ആൾക്കാർ കൂടുതൽ ഉണ്ടായിരിക്കും. ഏതായിരിക്കും ഇവിടെ ഏറ്റവും ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും ദ മോസ്റ്റ് പ്രീഷ്യസുമായ ആരായി പറഞ്ഞവയിൽ? ഇത് മാൻ ആണോ ഓർ ദ മെറ്റീരിയൽ ആണോ മണി ആണോ ഓർ ദ മെഷീൻസ് ആണോ? ആർക്ക് പറയാം? നമ്മൾ മനുഷ്യരാണ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. ദ ഹ്യൂമൻ റിസോഴ്സസ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും? ഈ വരുന്ന ക്വസ്റ്റ്യൻ അത് വന്ന സ്ഥലം എവിടെ ആയിരിക്കും? എന്താ? മാനേജ്മെന്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നത്? ഇൻ ദ മാനേജ്മെന്റ് അല്ലേ? യെസ്. എപ്പോഴും ദ ഹ്യൂമൻസ് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും അല്ലേടി. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. the best, the recommended, the body mass index for the adult is ഏതായിരിക്കും? അഡൾട്ടിൽ ഏതായിരിക്കും? the best recommended body mass index അഡൾട്ടിലാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ്? വരട്ടെ എല്ലാരും പറയും. എല്ലാരും പറയും ഓപ്ഷൻ. 20 25 ആണോ? 20-25 ആണോ? 20-25 ആണോ? 20-25 ആണോ? അപ്പൊ പറഞ്ഞേ ദ ബോഡി മാസ് ഇൻഡെക്സിന്റെ ഫോർമുല എല്ലാം പറഞ്ഞേ. ദ ബോഡി മാസ് ഇൻഡെക്സിന്റെ ഫോർമുല എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഇസ് ദ വെയിറ്റ് ഇൻ kg ഡിവൈഡ് ബൈ ദ ഹൈറ്റ് ഇൻ the meter square ആണോ? the height in meter square ആണോ? height in meter square അല്ലേ? the weight in kg divided by the height in the meter square ആണ്. അങ്ങനെ വരുമ്പോൾ the body mass index നോക്കുമ്പോൾ എപ്പോഴും അവിടെ നമ്മൾ ആരെയാണ്? ഇറ്റ്സ് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്ന ആരാ? the body mass index നോക്കുമ്പോൾ നമ്മൾ ആരെയാണ് ഇറ്റ്സ് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നവ എത്ര വേണം? the body mass index എത്ര വേണം? ഒരു 18.5 താഴെയുള്ള ആൾക്കാരാണോ? ഈ പറഞ്ഞ ദ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുമ്പോൾ
ഒരു 18.5 താഴെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അണ്ടർ വെയിറ്റ് അല്ലേ? അണ്ടർ വെയിറ്റ് എന്ന് വിളിക്കാം, അണ്ടർ വെയിറ്റ് എന്ന് വിളിക്കാം. മറക്കരുത്, ഒരു 18.5 താഴെയുള്ള ആൾക്കാരെ ഇൻ ദ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ എത്ര കിട്ടും? ഇറ്റ് ഈസ് അണ്ടർ വെയിറ്റ് എന്ന് വിളിക്കാം. അതേ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഒരു 18.5 തൊട്ട് ഒരു 24.9 ആണോ അവിടെ? 9 ആണോ അവിടെ? 24.9 വരെയാണോ? 18.5 തൊട്ട് 24.9 വരെയാണോ? ആണല്ലേ. അങ്ങനെ വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരേതാ? നോർമൽ. നോർമൽ 18.5 തൊട്ട് 20 24 24.9 അല്ലേ? എപ്പോഴും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 24.9 വരെ, ഒരു 18.5 തൊട്ട് 24.9 വരെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് നോർമൽ അല്ലേ? നോർമൽ. നോർമലാണ്, നോർമലാണ്. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി ആരും നമ്മൾ എപ്പോഴും ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞ എത്രയായിരിക്കും? ഓവർ വെയിറ്റ് എന്ന് പറയുന്നവരുടെ ഇറ്റ്സ് ദ ബോഡി മാസ് ഇൻഡെക്സ് എത്രയായിരിക്കും? ആർക്ക് പറയാം? കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ. 25 തൊട്ട് എത്ര പേരായിരിക്കും? 25 തൊട്ട് 29.9. 25 തൊട്ട് 29.9 അല്ലേ? അല്ലേ 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 അല്ലേ? ഓവർ വെയിറ്റ്, ഓവർ വെയിറ്റ്, ഓവർ വെയിറ്റ്. ഇനി നല്ല ഒബീസ് ആണെങ്കിൽ എത്രയായിരിക്കും? 30 എബോവ് അല്ലേ? ഒബീസ് എന്നൊരാളെ പറയണമെങ്കിൽ അടുത്ത 30 എബോവ് അല്ലേ? 30 എബോവ് അല്ലേ? ഇനി ഒരു നിമിഷം നിങ്ങളുടെ എല്ലാവരുടെയും ബോഡി മാസ് ഇൻഡെക്സ് ഇവയിൽ ഉണ്ടോ? ഈ പറഞ്ഞ ഓപ്ഷൻസ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടോ? അണ്ടർ വെയിറ്റ് ആണോ? നോർമൽ ആണോ? ഓവർ വെയിറ്റ് ആണോ? ഒബീസ് ആണോ? എത്രയുണ്ടേ? 18.5 താഴെ അറിയുണ്ടോ? 25-നും 29-നും ഇടയിൽ ഉണ്ടോ? 30 എബോവ് അറിയുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും സത്യം പറയത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും സത്യം പറയത്തില്ല. എല്ലാവരും നോർമൽ അല്ലേ? എല്ലാവരും നോർമൽ ആയിരിക്കും. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും സത്യം പറയൂല. നോർമൽ ആണോ? എല്ലാവരും നോർമൽ അല്ലേ? ഈ പറഞ്ഞ PSC ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ചോദിക്കും. ഈ പറഞ്ഞ PSC ലിസ്റ്റ് വരുമ്പോൾ ഫോട്ടോ ചോദിക്കും. അപ്പൊ ഫോട്ടോ നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഈ പറഞ്ഞ PSC ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഫോട്ടോ ചോദിക്കും, അപ്പൊ കൃത്യമായി അറിയാൻ പറ്റും. യെസ്, ഫോട്ടോ അയക്കുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ അന്നും കൂടെ പറയിപ്പിക്കും. നോക്കും, അണ്ടർ വെയിറ്റും ഓവർ വെയിറ്റും നോർമലും മാൽ ന്യൂട്രീഷൻ എല്ലാം അപ്പൊ അറിയും. സോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വാട്ടർ ബോൺ ഡിസീസ്? താഴെ പറയുന്നവയിൽ ആരാണ് ദ വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്? ഫൈലേറിയസിസ് ആണോ, ഓർ ദ ഡെങ്ക് ഫീവർ ആണോ, ഓർ ദ പോളിയോ മൈലൈറ്റിസ് ആണോ, ഓർ ദ ഇൻഫ്ലുവൻസ ആണോ? ആരാടെ വാട്ടർ ബോൺ ഡിസീസ്? വാട്ടർ ബോൺ ആലോചിക്ക് നന്നായിട്ട്. താഴെ പറയുന്നതിൽ ആരാണ് ദ വാട്ടർ ബോൺ ഡിസീസ്? ആരായവേ? നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ വാട്ടർ ബോൺ ഓർ ദ വെക്ടർ ബോൺ. കേട്ടിട്ടുണ്ടോ? എപ്പോഴും അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ദ വാട്ടർ ബോൺ എന്നും ആൻഡ് ദ വെക്ടർ ബോൺ എന്നും. അപ്പൊ കണ്ണുകളിലും എന്താണ് ദ വെക്ടർ ബോൺ, എന്താണ് ദ വാട്ടർ ബോൺ? ശരിയല്ലേ? ശരിയല്ലേടെ? എപ്പോഴും അവിടെ കണ്ണുകളും എന്തായിരിക്കും ദ വാട്ടർ ബോണും എന്താണ് ദ വെക്ടർ ബോണും? ശരിയാണോ? അവിടെ ചിലർ ആലോചിക്കും ഇവയിൽ ദ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ദ വാട്ടർ ത്രൂ സ്പ്രെഡ് ആവുന്നവയെ എന്ത് വിളിക്കാം? ഇറ്റ്സ് ദ വാട്ടർ ബോൺ ആണോ ഓർ ദ വെക്ടർ ബോൺ ആണോ? ദ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ദ വാട്ടറിൽ നിന്ന് സ്പ്രെഡ് ആകുന്നതിനെ വിളിക്കുന്ന പേരെന്താ? വാട്ടർ വഴി. കണ്ടാമിനേറ്റഡ് ഉള്ള വാട്ടർ, അഴുക വാട്ടർ ഏതായിരിക്കും? ഈ ഓപ്ഷനിൽ ഏതായിരിക്കും? ഈ പറഞ്ഞ ഓപ്ഷനിൽ ഏതായിരിക്കും? ഫൈലേറിയ ആണോ, ഓർ ഡെങ്കു ആണോ, പോളിയോ മൈലൈറ്റിസ് ആണോ, ഇൻഫ്ലുവൻസ ആണോ? പോളിയോ മൈലൈറ്റിസ് അല്ലേ? പോളിയോ അല്ലേ?
ഇത് പഠിക്കാതെ പോകുന്ന കൊച്ചു എന്ത് എഴുതും? ഡെങ്കു ഫീവർ ഒക്കെ എഴുതി വെക്കാറുണ്ട് പലരും, അല്ലെങ്കിൽ ഫൈലെയർ എഴുതി വെക്കുക അല്ലേ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ കണ്ടാമൽ ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് ഏതായിരിക്കും ഇവിടെ? ദ ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണെങ്കിൽ ഏതായിരിക്കും? പോളിയോമൈലൈറ്റിസ്. ഇനി ദ വാട്ടർ ബോർഡ് ഡിസീസിന് വേറെ എക്സാമ്പിൾ ആർക്കാ പറയാം? ആരെയും പറഞ്ഞു ദ വാട്ടർ ബോർഡ് ഡിസീസിന് വേറെ എക്സാമ്പിൾസ് ആർക്കെ അറിയാമോ? ദ ടൈഫോയിഡ് ഫീവർ ഉണ്ടോ? ഒന്നാമതായിട്ട് ഉപ്പ് ഓർമ്മിക്കണം. ഫസ്റ്റ് ആരാ? ഫസ്റ്റ് ഓർമ്മിക്കണം ദ ടൈഫോയിഡ് ഓർമ്മിക്കണം. സെക്കൻഡ് ആര് ഓർമ്മിക്കും? ദ കോളറ. ദ ടൈഫോയിഡ് കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് ആരാ? കോളറ. അത് കഴിഞ്ഞ് ആര് ഓർമ്മിക്കും? ഹെപ്പറ്റൈറ്റിസ് എയും ഇയും അല്ലേ? ഹെപ്പറ്റൈറ്റിസ് എയും ഇ ഓർമ്മിക്കുമല്ലേ? ഹെപ്പറ്റൈറ്റിസ് എയും ഇ എന്താ? വാട്ടർ ബോൺ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും ബിയും എന്താ? എയും ഇ ആണ് എന്താ? വാട്ടർ ബോൺ. അപ്പം ഹെപ്പറ്റൈറ്റിസ് ദ ബി എന്താ? ഹെപ്പറ്റൈറ്റിസ് ദ ബി എന്താ? ബ്ലഡ് വഴിയല്ലേ? ഹെപ്പറ്റൈറ്റിസ് ബി എന്താ? ഇസ് ബ്ലഡ് വഴിയല്ലേ? തെറ്റിക്കരുതേ. അമീബിയാസിസ് ഏത് റൂട്ടായിരിക്കും? അമീബിയാസിസ് ഏത് റൂട്ടായിരിക്കും? അമീബിയാസിസ് അതും വാട്ടർ ബോൺ അല്ലേ? ഞാൻ എല്ലാ വാട്ടർ ബോണും പറഞ്ഞു, മിക്കവാറും എല്ലാ വാട്ടർ ബോണും പറഞ്ഞു. ഏതൊക്കെയാ ഞാൻ പറഞ്ഞു? വാട്ടർ ബോൺ ഡിസീസ് ഏതൊക്കെയാ? ടൈഫോയിഡ് ആൻഡ് കോളറ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എയും ആൻഡ് ഇയും വാട്ടർ ബോൺ ആണ്. അമീബിയാസിസ് എന്താ? വാട്ടർ ബോൺ ആണ്. ആൻഡ് ഡിസെൻട്രി ഉണ്ടോ? ഡിസെൻട്രി അതും വാട്ടർ ബോൺ അല്ലേ? ആണ്. ഇവയിൽ ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ ഇൻ ദ ഡെങ്കു ഫീവർ ഏതായിരിക്കും ഇവിടെ? ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഇൻ ദ ഡെങ്കു ഫീവർ ഏതായിരിക്കും? വാട്ടർ ബോൺ ആണോ, ഓർ ദ എയർ ബോൺ ആണോ, ഓർ ദ വെക്ടർ ബോൺ ആണോ? ഏത് ബോണാ? ആൻസർ കമന്റ്. ആർക്ക് പറയാം? വെക്ടർ ബോൺ അല്ലേ? വെക്ടർ ആണ്. ഇതേ ഓപ്ഷനിൽ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഏതായിരിക്കും? ഇതേ ഓപ്ഷനില് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഏതായിരിക്കും? ദ വാട്ടർ ബോൺ ആണോ, ഓർ ദ വെക്ടർ ബോൺ ആണോ, ഓർ ദ എയർ ബോൺ ആണോ? വാട്ടർ ബോൺ ആണോ, വെക്ടർ ബോൺ ആണോ, ഓർ ദ എയർ ബോൺ ആണോ? ഇവിടെ ചോദിച്ച ചോദ്യമാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കഫിലൂടെയും സ്നീസിങ്ങിലൂടെയും നിങ്ങൾ സംസാരിച്ചാലും സ്പ്രെഡ് ആവുന്ന റൂട്ട് ഏതാ? എയർബോൺ ഡിസീസ്. ഇറ്റ്സ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് എപ്പോഴും എന്താ? എയർബോൺ ഡിസീസ് ആണ്. സോ ഞാൻ ഇവിടെ ടോട്ടൽ 3 ടൈപ്പ് പറഞ്ഞു. ദ വെക്ടർ ബോൺ പറഞ്ഞു, ആൻഡ് ദ വാട്ടർ ബോൺ പറഞ്ഞു, വേറെയും പറഞ്ഞു, ആൻഡ് എയർബോൺ പറഞ്ഞു അല്ലേ? എയർബോണും പറഞ്ഞു. സോ ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഫൈലിയർ ഏത് ബോണാ? ഫൈലിയർ ഏത് ടൈപ്പാ? പിന്നീട് കമ്മ്യൂണിറ്റി പഠിക്കും കേട്ടോ. നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ? നമ്മളിന്ന് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മളാരും കമ്മ്യൂണിറ്റി പഠിച്ചു തുടങ്ങിയിട്ട് പോലും. പക്ഷെ അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ഓർമ്മ വരണം. ഫൈലിയറിയ, വെക്ടർ ബോൺ. എക്സാമ്പിൾ അറിയാമോ? ദ മോസ്കിറ്റോ അല്ലേ? എക്സാമ്പിൾ ഏതാ? ദ മോസ്കിറ്റോസ് വരുന്നില്ലേ? മോസ്കിറ്റോസ്. ആൻഡ് ദ ഡെങ്കു ഫീവർ ഏതായിരിക്കും? ഇപ്പൊ ഏതായിരിക്കും? വെക്ടർ ബോൺ. അതും മോസ്കിറ്റോ. ഫൈലേറിയം വെക്ടർ ബോൺ ആണ്. ആൻഡ് ഡെങ്കു ആയിരിക്കും, അതും വെക്ടർ ബോൺ ആണ്. ആൻഡ് ഇൻഫ്ലുവൻസ വരുമ്പോഴാണ് ഇറ്റ്സ് എയർ ബോൺ ആയി മാറുന്നത് അല്ലേ? കഫിംഗ്, സ്നീസിങ്, ടോക്കിങ്ങിലൂടെ സ്പ്രെഡ് ആവും. യെസ്. ഇത്രയും ക്ലിയർ ആയോ? എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ.
10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ the best method of the disposal of the hospital waste is the dumping ആണോ or the burning ആണോ or the composting ആണോ or അവസാന ഓപ്ഷൻ കൂടെ പറഞ്ഞുതരാം. അവസാന ഓപ്ഷൻ ഏതാ? ഇൻസിനറേഷൻ ആണോ? ഏതായിരിക്കും ഹോസ്പിറ്റൽ വേസ്റ്റ്? the dumping ആണോ or the burning ആണോ ഇൻസിനറേഷൻ ആണോ or the composting ആണോ? പറ എല്ലാരും ഓപ്ഷൻ ഡി അല്ലേ? ഇൻസിനറേഷൻ അല്ലേ? ഇൻസിനറേഷൻ അല്ലേ? ഇൻസിനറേഷൻ ആണ് എല്ലാവർക്കും അതറിയാം. ഇൻസിനറേഷൻ ആണ്. ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം വീടുകളിൽ ചെയ്യുന്ന ഇതിൽ ഏതായിരിക്കും? നമ്മുടെ സ്വന്തം വീടുകളിൽ ഏതായിരിക്കും ഇവിടെ എന്താ ഡംപിങ് ചെയ്യാറുണ്ടല്ലേ? ഉണ്ടോ? എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടോ ഇവയിൽ? ഡംപിങ് ആൻഡ് ദ ബേണിംഗ് എല്ലാം ഉണ്ടോ ഇവിടെ? അതർ ഓപ്ഷൻസ് എല്ലാം ഉണ്ടല്ലോ. ഉണ്ടോ അവിടെ? എല്ലാം ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇങ്ങനെ കൂടെ ചോദിക്കും, ദ ബയോളജിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ഏതാ? ദ ബയോളജിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? ദ ഡംപിങ് ആണോ, ദ കമ്പോസ്റ്റിംഗ് ആണോ, ഓർ ദ ബേണിംഗ് ആണോ, ഓർ ദ ഇൻസിനറേഷൻ ആണോ? ബയോളജിക്കൽ വേസ്റ്റുകൾ ഏത് വഴിയാ? ബയോളജിക്കൽ വേസ്റ്റ് കമ്പോസ്റ്റിംഗ് അല്ലേ? കമ്പോസ്റ്റിംഗ് ആണ്. കമ്പോസ്റ്റിംഗ് ആണ്. ആൻസർ പറയ. കമ്പോസ്റ്റിംഗ് ആണോ? ആണ്. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? ഇപ്പൊ ഒരു കാര്യം ഓർമ്മ വന്നു. ദ പോളിയോ മൈലൈറ്റിസ് പറഞ്ഞ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദ പോളിയോ മൈലൈറ്റിസ് പറഞ്ഞ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോളിയോ മൈലൈറ്റിസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇനിയോ? അത് ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് പോളിയോ മൈലൈറ്റിസ് എത്രയാ? ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ദ പോളിയോ മൈലൈറ്റിസ് ഞാൻ പറഞ്ഞില്ല. എത്രയാ ഇൻക്യുബേഷൻ പീരീഡ്? എത്രയാടേ ഇൻക്യുബേഷൻ പീരീഡ്? എത്രയാ? ഒരു 7 to 10 ഡേ ആണോ? ഒരു 7 to 10 days ആണോ? ഒരു 7 to 14 days ആണോ? 7 to 10 days ആണോ? 7 to 14 days ആണോ? ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ദ പോളിയോ മൈലൈറ്റിസ് 7 to 14 അല്ലേ? 7 to 14 അല്ലേ? 7 to 14 അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണോ? ഇത്രയും മതിയോ? അടുത്ത ക്വസ്റ്റ്യൻ പോണോ? ഇത്രയും മതിയോ? 10 ക്വസ്റ്റ്യൻ മതി ഇന്നത്തേക്ക് 10 ക്വസ്റ്റ്യൻ മതിയോ? ഇല്ല. യെസ്. അടുത്ത ദിവസം തിയറിയാണേ. അടുത്ത ക്ലാസ്സിൽ തിയറിയാണേ. അടുത്ത ദിവസം തിയറി, അടുത്ത ദിവസം ക്വസ്റ്റ്യൻ, അടുത്ത ദിവസം തിയറി, അങ്ങനെ പോവാം. ഓക്കെ, നന്നായി പഠിക്കുക. ഒരു പഠിക്കാൻ പറ്റിയോ? 10 ക്വസ്റ്റ്യൻ കൊണ്ട് ഓരോ പഠിക്കാൻ പറ്റിയോ? 10 ക്വസ്റ്റ്യൻ കൊണ്ട് ഒരുപാട് പഠിക്കാൻ പറ്റിയോ ആർക്കെങ്കിലും? ഞാൻ ഒരു ഓപ്ഷൻ കൂടെ തരാം. ഞാൻ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ എന്റെ സ്വന്തം കൈകൊണ്ട് എഴുതിത്തരണോടെ. ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ ആർക്കും എഴുതിത്തരണം. ആരെയും കൊണ്ട് എഴുതിച്ചെന്നാലും മതിയോ? ആരെങ്കിലും കൊണ്ട് എഴുതി തരണം. ഫുൾ കാര്യം പറഞ്ഞത് എല്ലാം തന്നെ ഒരു വരി വിടാതെ തരണോ? പക്ഷെ സമയം എടുത്ത് എഴുതിത്തരാം കേട്ടോ. ഒറ്റ ദിവസം എഴുതത്തില്ല, പക്ഷെ എഴുതരും. ഞാൻ എഴുതരാം. പഠിച്ചാലും മതി. എഴുതി തന്നെ തരും കേട്ടോ. എല്ലാം എഴുതരാം. ഈ പറഞ്ഞ 10 ക്വസ്റ്റ്യനും ഇപ്പൊ എന്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാലും 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു വരി വിടാതെ തന്നെ ഫുൾ ആയിട്ട് എഴുതരും. പക്ഷെ പഠിക്കണം. അത് സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നന്നായിരിക്കട്ടെ. ക്ലാസ് ഒക്കെ എടുക്കൂടെ? ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇതിന്റെ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ശരിയല്ലേ? ഇത് കമ്മ്യൂണിറ്റി ഒന്നും തുടങ്ങിയിട്ടേ ഇല്ല. സ്റ്റാർട്ടിങ് ഇറ്റ് ഈസ് എൻഡോക്രൈൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാം വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാ സിസ്റ്റവും വരുന്നത്. ഓക്കെ, യെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.